പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് CPM-ൻ്റെയും മറ്റും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ. അതുവരെ നമ്മൾ കേൾക്കാത്ത ചില പേരുകൾ, പൊതു സ്വതന്ത്രരുടെ അല്ലെങ്കിൽ സാമൂഹിക രംഗത്തുള്ളവരുടെയൊക്കെ ഒരു കടന്നുവരവ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത്ര വലിയ സസ്പെൻസുകൾക്കിടയില്ല എന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ. മറ്റൊന്നുമല്ല, വീണ്ടും തുടർഭരണം ഉറപ്പാക്കണം. അതിനുവേണ്ടി എല്ലാ സാധ്യതകളും പയറ്റുകയാണ്. ഇളവുകൾ അനുവദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പരിചയസമ്പന്നർ പുതിയതായി ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നവർ സ്ഥാനാർത്ഥികളായി വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിൽ പ്രായപരിധിയിൽ പോലും ചില ഇളവുകൾ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും അത്തരം ആലോചനകൾ നടക്കുന്നു എന്നതാണ് സാഹചര്യം. പോളിറ്റ് ബ്യൂറോ അംഗമടക്കം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്നതാണ് അരുൺ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് CPM-ൻ്റെ ഈ ആലോചനകൾ. CPM സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഈ വിഷയങ്ങളിലടക്കമുള്ള ഒരു പ്രാഥമിക ചർച്ചകളും ഇക്കാര്യത്തിൽ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ CPM-ൻ്റെ ഇടതുപക്ഷ സഹയാത്രികനായ KV തോമസ് നിയമസഭയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ ഉയർന്നു കേൾക്കുകയാണ്. എറണാകുളം മണ്ഡലത്തിൽ KV തോമസിനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ട് എന്നതാണ് സൂചന. മണ്ഡലത്തിലെ വിപുലമായ അദ്ദേഹത്തിൻ്റെ ബന്ധവും ലത്തീൻ സഭാ നേതൃത്വവുമായുള്ള അടുത്ത ബന്ധവുമൊക്കെയാണ് KV തോമസിന് സാധ്യത നൽകുന്നത്. UDF-ൻ്റെ സിറ്റിംഗ് സീറ്റായ എറണാകുളത്ത് മറ്റൊരു മികച്ച പേര് കണ്ടെത്താൻ കഴിയാത്തതുകൂടിയാണ് ഇടതുമുന്നണി KV തോമസിലേക്ക് എത്തുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്ക് നോക്കാം KV തോമസിൻ്റെ പ്രത്യേകതകൾ. KV തോമസ് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. എറണാകുളത്ത് നിന്ന് പലതവണ MLA-യും MP-യുമായ വ്യക്തിയാണ്. അങ്ങനെ വലിയ സ്വാധീനമുള്ള പ്രബലനായൊരു വ്യക്തിയാണ് കൂടിയാണ് KV തോമസ്. KV തോമസ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനം, ജില്ലയിലെ മറ്റ് സാമുദായിക സംഘടനകളുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം, CPM-ൻ്റെ സഹയാത്രികനായിരിക്കുമ്പോഴും കോൺഗ്രസ് ഇടങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം, കോൺഗ്രസ് വോട്ടുകളെ അടക്കം സ്വാധീനിക്കാനുള്ള കഴിവ്. എറണാകുളത്ത് നിന്നും പലതവണ MLA-യും MP-യുമായി വിജയിച്ച വ്യക്തിയാണ്. മണ്ഡലത്തിൽ ലത്തീൻ സഭ, അവിടുത്തെ ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്ന വലിയ സ്വാധീനമുള്ള ലത്തീൻ സഭയിൽ അദ്ദേഹത്തിന് നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ഈ സാധ്യതകൾ നോക്കുമ്പോൾ അവിടെ പോരിനിറങ്ങാൻ KV തോമസ് തന്നെ ഉചിതൻ എന്ന ആലോചനകളിലേക്ക് ഒരുപക്ഷെ CPM എത്തിയിരിക്കാം. അങ്ങനെയെങ്കിൽ ഒരു അത്ഭുതത്തിലേക്ക് കടക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഈ സാധ്യതകൾ, ഇതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഡാനി ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, KV തോമസ് എന്ന പേരിലേക്ക് ഇന്ന് ആലോചനയിലേക്ക് CPM കടന്നുവെങ്കിൽ അത്ഭുതമില്ല. നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിന് KV തോമസ് തയ്യാറായിട്ടുണ്ടോ, മറിച്ച് CPM-ഉം ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടുണ്ടോ? കാരണം എന്നും കോൺഗ്രസിലെ സ്ഥാനമോഹിയാണ് എന്ന ആക്ഷേപം നേരിട്ട വ്യക്തിയാണ് KV തോമസ്. അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാവുമ്പോൾ അത്തരം ആക്ഷേപങ്ങളെയും നേരിടേണ്ടി വരും. സജിത്ത, ഈ സൂചിപ്പിച്ചതിൽ അതിലൊരു കൃത്യമായൊരു ഉത്തരം തന്നെയുണ്ട്. കാരണം ഈ പലപ്പോഴും CPM-ന് ഈ എറണാകുളം മണ്ഡലത്തിൽ അത് ആരുടെ മുഖം അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-ൻ്റെ ഒരു സഹയാത്രികൻ എന്ന രീതിയിൽ തന്നെ KV തോമസ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാടൊന്നും അലയേണ്ടതില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ CPM ഒരു ചർച്ചകൾ സജീവമാകുന്നത്. കാരണം KV തോമസിനെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട യാതൊന്നും തന്നെ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം പലതവണ MP ആയിരുന്നു, MLA ആയിരുന്നു, DCC പ്രസിഡന്റ്, അങ്ങനെ പല രീതിയിലെല്ലാം തന്നെ ഇവിടെ സുപരിചിതനായ ഒരാളാണ്. അങ്ങനെ വലിയ സ്വാധീനം എല്ലാ മേഖലകളിലും എല്ലാം തന്നെയുണ്ട്. പിന്നെ ഈ തുടർച്ചയായി സഹിതം സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാനമോഹി എന്ന ഒരു വിളിപ്പേര് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയത് മുതൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വവുമായിട്ടെല്ലാം തന്നെ അകന്നു പോകുന്ന രീതിയിലേക്കെല്ലാം തന്നു. പിന്നീട് അദ്ദേഹം തന്നെ പലകുറി ചൂണ്ടിക്കാണിച്ചു, ഞാൻ മാത്രമല്ല മറ്റു പലരുമുണ്ടല്ലോ ഈ രീതിയിലെല്ലാം തന്നെ സ്ഥാനം ആവശ്യപ്പെടുന്നവരും നിരന്തരം സ്ഥാനത്തിന് പിറകെ നടക്കുന്നവരുമെല്ലാം. അപ്പോൾ അത്തരം വിശേഷണങ്ങൾ തനിക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് മാറി നടക്കുന്നതും. പിന്നീട് CPM-നോട് അദ്ദേഹം വളരെ കൂടുതലായിട്ട് അടുക്കുകയും ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മാറുകയും അങ്ങനെ അവിടെയുള്ള ഈ ഡൽഹി പൊളിറ്റിക്സും കേരളവും തമ്മിലുള്ള രീതിയിലുള്ള ഒരു ബന്ധം ഉറപ്പിക്കുന്നതിലും എല്ലാം തന്നെ ഒരു ചാലക ശക്തി അല്ലെങ്കിൽ ഒരു പാലമായെല്ലാം തന്നെ KV തോമസ് മാറിയിട്ട് കുറച്ച് നാളുകളുമായിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ KV തോമസിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അദ്ദേഹത്തിനുള്ള വലിയ സ്വാധീനവും ആഴമേറിയ വ്യക്തിബന്ധങ്ങളും തന്നെയാണ്. അദ്ദേഹം ഒരു ചെറിയ ഒരു പേരുകാരനല്ല KV തോമസ്. എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലോക്സഭയായാലും
അത് നിയമസഭാ മണ്ഡലവുമായാലും അദ്ദേഹം ഒരു ചെറിയ പേരുകാരനല്ല. പലതവണ CPM-ൻ്റെ ഒരു ഫോർമാറ്റുകൾ ഈ പൊതു സ്വതന്ത്രരിലേക്ക് എത്തി ചിലപ്പോഴെങ്കിലും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനായിട്ട് എറണാകുളം മണ്ഡലത്തിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ KV തോമസിനെ കൂടി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ചർച്ചകൾ ഈ CPM-നകത്ത് തന്നെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബന്ധങ്ങളെല്ലാം തന്നെ ഇതിന് ഉപയോഗപ്പെടുത്താമെന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. KV തോമസിലേക്ക് ആ ചർച്ചകൾ വന്നാൽ ഒരിക്കലും KV തോമസ് അതിൽ നിന്ന് മുഖം തിരിക്കില്ല എന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾ വളരെ സജീവമാണ്. അതിലേക്ക് പോകുമ്പോൾ തീർച്ചയായും തന്നെ ഈ സാമുദായിക ബന്ധങ്ങളെല്ലാം തന്നെ ഇതിൽ നിർണായകമാണ്. പ്രത്യേകിച്ച് എറണാകുളത്തെ ജയപരാജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ലത്തീൻ സഭയുമായുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധം തന്നെയാണ്. അദ്ദേഹം ഏത് പാളയത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇടത് പാളയത്തിലേക്ക് അദ്ദേഹം സജീവമെന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് KV തോമസിൻ്റെതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും തന്നെ. കാരണം അദ്ദേഹത്തിന് വലിയ അടുപ്പങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് അനുഭാവ വോട്ടുകളെ പോലും ചിതറിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയും. അവിടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ കൂടി നമുക്കറിയാം. CPM വളരെ ചടുലമായിട്ട് വളരെ വോട്ടുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനെല്ലാം തന്നെ കഴിയുകയാണെങ്കിൽ CPM ഒപ്പം നിന്നുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടി മിഷണറിയും ഒപ്പം KV തോമസിൻ്റെ വ്യക്തിബന്ധങ്ങളും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകളുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2 ടേമുകളായിട്ട്, അതായത് ഇപ്പോൾ TJ വിനോദാണ് സിറ്റിംഗ് MLA. ആദ്യത്തെ ബൈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അതൊരു ചെറിയ മാർജിനായിരുന്നു. പിന്നീടുള്ള ജനറൽ ഇലക്ഷനിലേക്കെല്ലാം തന്നെ വരുമ്പോഴേക്കും അത് അതിശയപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വലിയ രീതി ഒരു ഭൂരിപക്ഷത്തിലേക്കൊന്നും അത് എത്തുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ KV തോമസിനെ പോലെ ഒരാൾ കൂടി ഒപ്പം നിൽക്കുകയാണെങ്കിൽ, പാർട്ടി സംവിധാനങ്ങൾ കൂടി ചേരുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കടന്നുപോക്കിലേക്ക് CPM-ന് കഴിയുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന വിലയിരുത്തലുകൾ പരക്കം തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രെൻഡ് അനാലിസിസിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് കട്ടിയാണ്. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു മേഖല എറണാകുളം ജില്ല എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിനെല്ലാം തന്നെ ഉള്ള ഒരു മേഖല കൂടിയാണ്. അത്ര എളുപ്പമല്ല എങ്കിൽ കൂടിയും KV തോമസിൻ്റെ പേരുകൾ വളരെ സജീവമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന പേരുകളിലൊന്നാണ്. ഒരു പൊതു സ്വതന്ത്രനായിട്ട് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മുഖവും വക്താവും എല്ലാമായിരുന്ന KV തോമസ് CPM-ൻ്റെ ഒരു പൊതു സ്വതന്ത്രനായി ഈ തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ അവതരിച്ചാൽ അതിൽ ഒരു അതിശയവുമില്ല. സജിത, ഡാനി, ഒരുപക്ഷെ ഈ എറണാകുളം UDF-ൻ്റെ ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി UDF അവരുടെ പരിപൂർണ്ണ ആത്മവിശ്വാസം നൽകുന്ന ഒരിടമായി എറണാകുളം മാറിയിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്ത് നിന്നും കാര്യമായി പ്രതീക്ഷിക്കാനില്ലാത്ത ഇടതുപക്ഷത്തിന് KV തോമസ് പോലെയുള്ള പരീക്ഷണങ്ങൾ ഒരു സാധ്യതയാണ്. മുമ്പും ചില പരീക്ഷണങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. അതിൽ KV തോമസ് അതിന് വഴങ്ങി കൊടുക്കുമോ എന്ന ചോദ്യം കൂടി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിലെ പ്രത്യേക പദവിയും പ്രതിനിധി എന്ന പദവി അടക്കം വഹിച്ചുകൊണ്ടിങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ KV തോമസിന് ഇനിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ ആ ഒരു സൂചനകൾ എന്തെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ടോ? സജിത്ത്, ഇക്കാര്യത്തിൽ KV തോമസ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി താൻ ഒരിക്കലും ഇല്ല എന്നൊരു അങ്ങനെയൊരു പരസ്യ പ്രഖ്യാപനമോ കാര്യങ്ങളോ ഒന്നും തന്നെ